ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. അത് വണ്ടി ശരിക്കും എൻജിൻ വർക്കായിട്ട് കയറ്റിയതാണ്. അതായത് വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയി. അത് ശരിക്കും ക്രാങ്കിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഓൾറെഡി ക്രാങ്കിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു, കുറേ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ നീഡിൽ ബെയറിങ് ജാമായകളാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണം. ഇപ്പോൾ ശരിക്കും ഫുള്ളായിട്ട് സ്റ്റക്കായിപ്പോയി. അങ്ങനെ സ്റ്റക്കായപ്പോഴാണ് വണ്ടി പിടിച്ച് നിന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യുമ്പോൾ ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്യാനാണ് പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ് ഡാമേജെങ്കിലും അത് മൂലം വരുത്തിയേക്കണ കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. ഒന്ന് നമുക്ക് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. സിലിണ്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ആ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ശരിക്കും ഒരു ചെറിയ വരപ്പെട്ടിട്ട് ചെറിയൊരു കുഴി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റണും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിനകത്ത് വന്ന ചെയിൻ, ടൈമിങ് ചെയിൻ എന്ന് പറയും, ഇതാണ് അതിൻ്റെ ചെയിൻ വന്ന ഉള്ളിലുള്ളത്. അതിനും പ്രശ്നമുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ ടൈപ്പ് വീലാണ്. ആ വീലൊക്കെ തേയ്മാനം വന്ന് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ അഴിക്കുമ്പോൾ നമ്മൾ ടൈമിങ് ചെയിൻ, ക്ലച്ച് ഡിസ്ക്, ഗിയർ ബോക്സിൻ്റെ ബെയറിങ് അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത് കൂടാതെ കൊണ്ട് നമുക്ക് ഇപ്പം സാധാരണ നമുക്ക് എഞ്ചിൻ വർക്കായിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ക്രാങ്കിൻ്റെ കേസ്, ക്രാങ്ക് നമ്മൾ ലെയ്ത്തിൽ ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് മേടിക്കും. അത് നമുക്കൊരു 1 ഇയർ വാറണ്ടിയിൽ എന്തെങ്കിലും നമുക്കത് വാറണ്ടിയിൽ ചെയ്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡിന്മേക്ക് വന്ന വാൽവും അതിൻ്റെ ഗൈഡും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വരുന്നത്. ഹെഡിൻ്റെ വാൽവ് മാറ്റാം, അതിൻ്റെ വാൽവ് ഗൈഡ് മാറ്റി സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് ക്രാങ്ക് ലെയ്ത്തിൽ ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഇത്രയായിട്ടാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വന്നുള്ളൂ. ബാക്കിയത്തെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വന്ന പാർട്സുകളാണ്. ഒന്ന് സിലിണ്ടർ കിറ്റായിട്ട് മാറണം. സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങിയിട്ട് ഒരു കിറ്റായി വരാം. ഏകദേശം ഒരു 2920 3000 രൂപ താഴെയാണ് നമുക്ക് അതിൻ്റെ കിറ്റിൻ്റെ റേറ്റ് വരാം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഡിസ്ക് മാറ്റി പുതിയതുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അതുമേക്ക് പെട്ടെന്ന് ഡാമേജ് വരാവുന്ന പാർട്സുകളാണ് അതൊക്കെ. അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോകാം. അപ്പോൾ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും മാറ്റിയിടും. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുണ്ട് ഈ ബെയറിങ്ങുകൾ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അഴിക്കുമ്പോഴാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 4 ബെയറിങ് നമ്മൾ ചേഞ്ച് തരും. ഈ 2 ബെയറിങ്ങും ഈ കേസും 2 ബെയറിങ്ങും മാറ്റിയിടും. ക്ലച്ചിനകത്തും ഒരു 6001 ബെയറിങ് ഉണ്ട്, അതും ചേഞ്ച് ചെയ്ത് തരും. അത്രയായിട്ടാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഗിയർ 2 ഗിയർ കംപ്ലൈൻ്റ് ഉണ്ട്. ഒന്ന് സെക്കൻഡ് ഗിയറാണ്. അതിൻ്റെ ഈ പല്ലിൻ്റെ ഇതാണ് സെക്കൻഡ് ഗിയർ വരാം. അതിൻ്റെ ടീത്തിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ വീലിൽ തേയ്മാനം വന്നിട്ടുണ്ട്. വീഡിയോയിൽ കൃത്യമായിട്ടാണ്ട് കിട്ടണില്ല, തേയ്മാനം വന്നിട്ടുണ്ട്. സെക്കൻഡ് ഗിയറിനും 4th ഗിയറിനുമാണ് അത് സംഭവിച്ചത് കേട്ടോ. 4th ഗിയറിൻ്റെ നോക്കുമ്പോൾ അറിയാം ഇവിടെ തന്നെ പല്ലിൻ്റെ ഈ സൈഡിൽ കാണുന്ന ബ്ലാക്ക് ഡോട്ട് പോലെയാണ്. അത് അത്രയും തേയ്മാനം വന്നു പോയേക്കണതാണ്. നമുക്ക് ഈ നിർത്തിയെടുത്തുള്ള ഓട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് ഗിയർ അത്രയും ഇത് വന്നേക്കുന്നത്. നല്ല രീതിയിൽ അത്യാവശ്യം ഉണ്ട്, നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തിടുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഗിയറും 3rd ഗിയർ നമുക്ക് കുഴപ്പമില്ല, 4th ഗിയറാണ് മാറ്റേണ്ടത്. അപ്പോൾ 2nd 4th മാറ്റേണ്ടത്. മാറ്റേണ്ടി വരുന്നത് കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും മാറ്റിയിടണം. 2 വീലുകളാണ്. ഇപ്പോൾ 4th ഗിയറിൻ്റെ ആണെങ്കിലും ഇത് 2 വീലാണ്. ഈ 2 വീലായിട്ട് മാറ്റണം. അതായത് കൗണ്ടർ ഷാഫ്റ്റിമേന്നും മെയിൻ ഷാഫ്റ്റിമേക്ക് വന്ന വീലും ഈ വീലുകൾ തമ്മിലാണ് കണക്ഷൻ വരിക. അപ്പോൾ അത് 2 വീലിനൊപ്പമാണ് തേയ്മാനം വരിക. അത് നമ്മൾ മാറ്റിയിടണം. അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറിൻ്റെ അതായത് ഈ വന്ന വീലുമാണ് അതിനോട് പെയറായിട്ട് തന്നെ. ആ 2 വീലും നമുക്ക് ചേഞ്ച് ചെയ്തിടണം. അപ്പോൾ അത്രയാണ് നമുക്ക് ഗിയർ വീല് 2 ഗിയറിൻ്റെ സെക്കൻഡ് ഗിയറിൻ്റെയും 4th ഗിയറിൻ്റെ വീല് മാറ്റാനുണ്ട്. ക്രാങ്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. സിലിണ്ടർ, ക്ലച്ച് ഡിസ്ക്, ടൈമിങ് ചെയിൻ, അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീലുകൾ, ഓറിങ്, എഞ്ചിൻ ഓയിൽ, അതൊക്കെയാണ് ബാക്കിയത്തെ വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. എഞ്ചിൻ വർക്ക് തന്നെ 1 ഇയർ ഗ്യാരണ്ടിയിൽ ക്ലിയറായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റാണ്. അത് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ നിന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. എന്തായാലും നമുക്ക് ഒരു 2-3 ദിവസം നമുക്ക് അതിൽ താമസം വരും. കാരണം ക്ലീൻ ചെയ്ത് കാരണം പിന്നെ ലെയ്ത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം വരും. ഹെഡിൻ്റെ ക്രാങ്കും കൂടി ലെയ്ത്തിലോട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം താമസം അവിടെ വരും. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടൊക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ക്ലീനിങ് സെറ്റിങ്ങൊക്കെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടൊരു താമസം വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.